പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കഴിഞ്ഞ റീസെൻ്റായിട്ട് നടന്ന എക്സാംസിനൊക്കെ വേൾഡ് ഹിസ്റ്ററി എന്ന ഭാഗത്തു നിന്ന് വിപ്ലവങ്ങളെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസ് ചെയ്ത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം എന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സുമാണ്. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688 എന്നെല്ലാവർക്കും അറിയാം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ എന്തൊക്കെ പേരിലാണ് പറയുന്നത്? രക്തരഹിത വിപ്ലവം എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്ന രാജവംശമാണ് ട്യൂഡർ രാജവംശം. 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്ന രാജവംശമാണ് ഏത്? ട്യൂഡർ രാജവംശം. ഈ ട്യൂഡർ രാജവംശം അധികാരത്തിൽ വന്ന വർഷം 1485 ഓർത്തിരിക്കുക. ട്യൂഡർ രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളെ എതിർത്തുകൊണ്ട് പാർലമെൻറ്റിനോടൊപ്പം സഹകരിച്ച് ഭരണം നടത്തിയ ഒരു രാജവംശമാണ്. ഇനി ഈ ട്യൂഡർ രാജവംശത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. ട്യൂഡർ രാജവംശത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന രാജവംശമാണ് സ്റ്റുവർട്ട് രാജവംശം. ഈ സ്റ്റുവർട്ട് രാജവംശത്തിന് ശേഷം ഇന്ന് നിലവിലുള്ള ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്ന രാജവംശം ഹാനോവേറിയൻ രാജവംശമാണ്. അതും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ഈ സ്റ്റുവർട്ട് രാജാക്കന്മാർ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളും അതിൻ്റെ പ്രതിനിധികളും ആയിരുന്നു. രാജാധികാരം ദൈവദത്തമാണെന്ന് അവർ വാദിച്ചു. പാർലമെൻറ്റിന് മേൽ അധികാരം സ്ഥാപിച്ച് ഭരണം നടത്തിയിരുന്നു. ജനങ്ങളുടെ ആവശ്യങ്ങളൊന്നും സാധിച്ചു കൊടുക്കാതെ പാർലമെൻറ്റിനെ എതിർത്തുകൊണ്ട് ആണ് അവർ ഭരണം നടത്തിയിരുന്നത്. പ്രധാനപ്പെട്ട സ്റ്റുവർട്ട് രാജാക്കന്മാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആളാണ് ജെയിംസ് ഫസ്റ്റ്, രണ്ടാമത്തെ ആൾ ചാൾസ് ഫസ്റ്റ്, മൂന്നാമത്തെ ആൾ ചാൾസ് സെക്കൻഡ്, നാലാമത്തെ ആൾ ജെയിംസ് സെക്കൻഡ്. ഈ ഓർഡർ ഒന്ന് ഓർത്തിരിക്കുക. ഇതിൽ പ്രധാനമായും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് പ്രഖ്യാപിച്ചത് ആര് എന്ന് പലതവണ PSC ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ജെയിംസ് ഫസ്റ്റ് ആണ്. ബിഷപ്പ് ഇല്ലെങ്കിൽ രാജാവില്ല എന്ന് വാദിച്ചത് ആരാണ്? ജെയിംസ് ഫസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഈ ഇംഗ്ലണ്ടിൽ കച്ചവടക്കാർ, വ്യാപാരികൾ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, അഭിഭാഷകർ എന്നിവരടങ്ങുന്ന ഒരു മധ്യവർഗം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. ഇവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് പാർലമെൻറ്റ് നിയമങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത്. തുടർന്ന് ഈ സ്റ്റുവർട്ട് രാജവംശം വന്നപ്പോൾ അവിടെ ഒരു തർക്കം ഉണ്ടായി. മധ്യവർഗത്തോടൊപ്പം നിൽക്കുന്ന പാർലമെൻറ്റാണോ ഫ്യൂഡൽ ആശയങ്ങളോടൊപ്പം നിൽക്കുന്ന രാജാവാണോ ഇംഗ്ലണ്ടിൽ പരമാധികാരി? ഇങ്ങനെ ഒരു തർക്കം ഉണ്ടായി. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടിൽ 2 മതങ്ങൾ ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ പ്രധാനപ്പെട്ട 2 മതങ്ങളാണ് ഏതൊക്കെ? ഒന്ന് ആംഗ്ലിക്കൻ സഭയും 2 പ്യൂരിട്ടൻ സഭയും. ഈ ആംഗ്ലിക്കൻ സഭ രൂപീകരിച്ചത് എലിസബത്ത് രാജ്ഞിയാണ്. അവരുടെ ഒരു പ്രാർത്ഥനാ പുസ്തകമുണ്ട്. ഈ പ്രാർത്ഥനാ പുസ്തകത്തെ അടിസ്ഥാനമാക്കി എലിസബത്ത് രാജ്ഞി രൂപീകരിച്ച ഒരു മതമാണ് ആംഗ്ലിക്കൻ സഭ എന്ന് പറയുന്നത്. ഈ ആംഗ്ലിക്കൻ സഭയിലെ അംഗം ആയവർക്ക് മാത്രമേ ഇംഗ്ലണ്ടിൽ കിരീടാവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിലെ രാജാക്കന്മാരെല്ലാം ആംഗ്ലിക്കൻ സഭയിലെ അംഗങ്ങളായിരുന്നു എന്നത് ഓർത്തിരിക്കുക. ആംഗ്ലിക്കൻ സഭ രാജാവിനോടൊപ്പവും പ്യൂരിട്ടൻ സഭ പാർലമെൻറ്റിനോടൊപ്പവും നിലനിന്നിരുന്നു. ഇങ്ങനെ രാജാവിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റ് ഒരു കൂട്ടം നിയമങ്ങൾ പാസ്സാക്കി. ഈ നിയമമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാജാവിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ആണ്. ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാസ്സാക്കിയത് 1628 അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർത്തിരിക്കുക, ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ് എന്നുള്ളത് കാര്യം മറക്കാതെ ഓർത്തിരിക്കുക. ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സിനെ തുടർന്ന് ഈ പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. ചാൾസ് ഫസ്റ്റ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. ആ പാർലമെൻറ്റ് പിരിച്ചുവിട്ട വർഷം 1629. 1628 ഈ പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് പാസ്സാക്കുന്നത്. തൊട്ടടുത്ത വർഷം 1629 ഈ പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. പിന്നെ പിരിച്ചുവിട്ടതിന് ശേഷം കുറച്ച് വർഷം ചാൾസ് ഫസ്റ്റ് ഒരു സ്വേച്ഛാധിപതിയെ പോലെ അവിടെ ഭരിച്ചു. തുടർന്ന് സ്കോട്ട്ലാൻഡുമായുള്ള ഒരു യുദ്ധം ഉണ്ടായി. ഈ യുദ്ധത്തെ തുടർന്ന് നികുതികൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പുതിയ പാർലമെൻറ്റ് വിളിച്ചു ചേർക്കേണ്ടി വന്നു ചാൾസ് ഫസ്റ്റിന്.
അങ്ങനെ വിളിച്ചു ചേർത്ത വർഷം 1640. പുതിയ പാർലമെൻറ്റ് രാജാവിൻ്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാസാക്കിയ കുറച്ച് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ട്രണൽ ആക്ട് എന്ന് പറയുന്നത്. ഈ ട്രണൽ ആക്ട് 1641 പാസ്സാക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ, സ്കോട്ട്ലാൻഡുമായുള്ള യുദ്ധത്തെ തുടർന്ന് നികുതികൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി പുതിയ പാർലമെൻറ്റ് വിളിച്ചു ചേർത്തത് ആരാണ്? ചാൾസ് ഫസ്റ്റ് ആണ്. ഏത് വർഷം? 1640 പുതിയ പാർലമെൻറ്റ് വീണ്ടും വിളിച്ചു ചേർക്കുന്നത്. പുതിയ പാർലമെൻറ്റ് വിളിച്ചു ചേർത്തതിന് ശേഷം ഈ പാർലമെൻറ്റ് രാജാവിൻ്റെ അധികാരങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാസാക്കിയ നിയമങ്ങളാണ് ട്രണൽ ആക്ട് 1641. ട്രണൽ ആക്ട് പ്രകാരം 1640 മുതൽ 1660 വരെ ഇംഗ്ലണ്ടിൽ ഒരു പാർലമെൻ്റ് ഉണ്ടായി. ഈ പാർലമെൻറ്റ് ഭരണത്തെ അറിയപ്പെടുന്നതാണ് നീണ്ട പാർലമെൻറ്റ് അല്ലെങ്കിൽ ലോങ് പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചു. 1642 ഇംഗ്ലണ്ടിൽ ആഭ്യന്തര യുദ്ധം ആരംഭിക്കുന്നത്. ഈ ആഭ്യന്തര യുദ്ധകാലത്ത് കേണൽ തോമസ് പ്രൈഡിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ ഒരു സംഭവം നടന്നു. ഈ സംഭവത്തെ പ്രൈഡ്സ് പെർജ് അല്ലെങ്കിൽ പ്രൈഡിൻ്റെ ശുദ്ധീകരണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആഭ്യന്തര യുദ്ധകാലത്ത് കേണൽ തോമസ് പ്രൈഡിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ നടന്ന സംഭവമാണ് പ്രൈഡ്സ് പെർജ് അല്ലെങ്കിൽ പ്രൈഡിൻ്റെ ശുദ്ധീകരണം. ഈ ആഭ്യന്തര യുദ്ധത്തിൽ പാർലമെൻറ്റിൻ്റെ ഒരു സൈനിക തലവൻ ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ് ഒലിവർ ക്രോംവെൽ. ഒലിവർ ക്രോംവെൽ ഒരു പുതിയ സൈന്യത്തെ രൂപീകരിച്ചു. ഈ സൈന്യത്തിൻ്റെ പേരാണ് ദ മോഡേൺ ആർമി. രാജാവിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി അധികാരത്തിൽ ഒരു പുതിയ പാർലമെൻറ്റ് വന്നു. ഈ പുതിയ പാർലമെൻറ്റിൻ്റെ സൈനിക തലവനായിരുന്നു ഒലിവർ ക്രോംവെൽ. ഇനി ഒലിവർ ക്രോംവെല്ലും തന്നെ എതിർത്തവരെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കി തൻ്റെ അനുയായികളെ മാത്രം നിലനിർത്തി ഒരു പാർലമെൻറ്റ് ഉണ്ടാക്കി. ഈ പാർലമെൻറ്റിനെ റം പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റം പാർലമെൻറ്റ് അല്ലെങ്കിൽ അവശിഷ്ട പാർലമെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് അവശിഷ്ട പാർലമെൻറ്റ് അല്ലെങ്കിൽ റം പാർലമെൻറ്റ് എന്ന് ചോദിച്ചാൽ, ഒലിവർ ക്രോംവെൽ തന്നെ എതിർത്തവരെ പാർലമെൻറ്റിൽ നിന്നും പുറത്താക്കി തൻ്റെ അനുയായികളെ മാത്രം നിലനിർത്തിയ പാർലമെൻറ്റാണ് റം പാർലമെൻറ്റ്. ഈ റം പാർലമെൻറ്റിൽ വിചാരണയ്ക്ക് വിധേയനായ ഭരണാധികാരിയായിരുന്നു ചാൾസ് ഫസ്റ്റ്. കാരണം ഈ സമയത്ത് അധികാരത്തിലുണ്ടായിരുന്ന രാജാവായിരുന്നു ചാൾസ് ഫസ്റ്റ്. അങ്ങനെ 1649 മുതൽ 1658 വരെയുള്ള ഈ ഒലിവർ ക്രോംവെല്ലിൻ്റെ ഭരണകാലഘട്ടത്തെ കോമൺവെൽത്ത് കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ജനങ്ങൾക്ക് അത്ര ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കാലഘട്ടത്ത്. അപ്പോൾ ഈ സമയത്ത് ഈ ഒലിവർ ക്രോംവെൽ സ്വയം ഒരു കാര്യം വിശേഷിപ്പിച്ചു. അതാണ് ലോർഡ് പ്രൊട്ടക്ടർ. അപ്പോൾ ലോർഡ് പ്രൊട്ടക്ടർ എന്ന് സ്വയം വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ഒലിവർ ക്രോംവെല്ലാണ്. അങ്ങനെ വീണ്ടും ജനങ്ങൾ കിരീടം വച്ച രാജാധികാരം തിരികെ കൊണ്ടുവരണമെന്ന് അഭിപ്രായപ്പെട്ടു. അങ്ങനെ ജനങ്ങൾ ഒലിവർ ക്രോംവെല്ലിനോട് അഭിപ്രായപ്പെട്ടു, ഞങ്ങൾക്ക് കിരീടം വച്ച രാജാധികാരം തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടു. അതിൻ്റെ പ്രകാരം ഒലിവർ ക്രോംവെല്ലിനെ തുടർന്ന് അധികാരത്തിൽ ചാൾസ് സെക്കൻഡ് അധികാരത്തിൽ വന്നു. അങ്ങനെ കിരീടം വച്ച രാജാധികാരം തിരികെ കൊണ്ടുവന്ന ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ചാൾസ് സെക്കൻഡ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. ഈ ചാൾസ് സെക്കൻഡിൻ്റെ ഭരണകാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടു. ഈ രാഷ്ട്രീയ പാർട്ടിയാണ് വിഗ് ആൻഡ് ടോറി. ചാൾസിൻ്റെ ഭരണകാലത്ത് രൂപം കൊണ്ട രാഷ്ട്രീയ പാർട്ടിയാണ് വിഗ് ആൻഡ് ടോറി. ഇനി ചാൾസ് സെക്കൻഡിനെ തുടർന്ന് അധികാരത്തിൽ വന്ന ഭരണാധികാരിയായിരുന്നു ജെയിംസ് സെക്കൻഡ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് കാരണം എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജെയിംസ് സെക്കൻഡിൻ്റെ സ്വേച്ഛാധിപത്യ ഭരണം തന്നെയാണ്. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. അപ്പം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ 1688. അതുപോലെ ഇംഗ്ലണ്ടിലെ വിപ്ലവം നടന്ന കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1688-89 കാലഘട്ടത്താണ്. അപ്പം ഈ സമയത്ത് നിലനിന്നിരുന്ന രാജവംശം ഏതായിരുന്നു? അത് സ്റ്റുവർട്ട് രാജവംശമായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റുവർട്ട് രാജവംശം ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഫ്യൂഡൽ ആശയങ്ങളുടെ വക്താക്കളായതുകൊണ്ട് തന്നെയാണ് ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ഒരു മഹത്തായ വിപ്ലവം ഉണ്ടായത്. അതുപോലെ ഈ ഒരു മഹത്തായ വിപ്ലവത്തെ രക്തരഹിത വിപ്ലവം എന്നും അറിയപ്പെടുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. രക്തരഹിത വിപ്ലവം എന്നും അറിയപ്പെടുന്നു. അതുപോലെ രക്തരഹിത വിപ്ലവം നടന്ന വർഷം ഏതാണ്?
1689 എന്ന് പറഞ്ഞു. 1688-89 കാലഘട്ടത്തിലാണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഇംഗ്ലണ്ടിലെ ഈ മഹത്തായ വിപ്ലവത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലെ ജനങ്ങൾക്ക് ലഭിച്ച അധികാരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അഭിപ്രായ സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവുമാണ്. അതിനു മുന്നേ വരെയും അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമോ മതസ്വാതന്ത്ര്യമോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, കിങ് ഹെഡ് ക്ലബ് എന്നും ഗ്രീൻ റിബൺ ക്ലബും എന്ത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാര്യം ഓർത്തിരിക്കുക. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കിങ് ഹെഡ് ക്ലബ്ബ് അല്ലെങ്കിൽ ഗ്രീൻ റിബൺ ക്ലബ്ബ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇനി ഒരു ചോദ്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ ഹാഫ്ടൺ ആണ്. മഹത്തായ വിപ്ലവം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഹാഫ്ടൺ. അപ്പം ഇത്രയും ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷനുമാണ് ഇതിൽ നിന്ന് പറയാനുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതിൻ്റെ PDF നോട്ട് ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഈ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ലക്ക്.